ഫാമിലിയാണല്ലേ. നമ്മളൊന്ന് യാത്ര പോവാട്ടോ. ഞാനും ഷിബി ഏട്ടനും നവാസ്ക ഏട്ടനും ജസ്സിയലും എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളെന്നും വിചാരിക്കും പോകണം, പക്ഷെ ഇവർ ജോലി തിരക്കുണ്ട് കേട്ടോ, നീണ്ടു പോയത്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞതാണ് കൊടൈക്കനാലിൽ പോവുക. പാസ്പോർട്ട് തന്നെ എന്ത് ചെയ്ത് ഏട്ടനെ വിളിച്ച് പോയി ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിക്ക് ഇത് മക്കളെ പാട്ടൊക്കെ ഭയങ്കര സൂപ്പറായി നടക്കുന്നുണ്ട്. അവർ പാട്ടും ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഓടിയാൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഭയങ്കര വ്യൂ ആയിട്ടോ, എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് ആസ്വദിച്ചേ പറ്റുള്ളൂ. അതിനിടെ നയനേൻ്റെ ഭയങ്കര പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നയന എന്ന് വെച്ചാൽ നവാസ്കൻ്റെ ഇളയം മോളാട്ടോ, നല്ല ആൾ പാട്ടൊക്കെ പാടും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴ പണി വന്നു കേട്ടോ. ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് കേരളത്തിലെ റോഡൊക്കെ എത്ര നല്ല സുന്ദരം മനസ്സിലാവുന്നത്. പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര മൂടൽ മഞ്ഞായിരുന്നു. അതൊക്കെ ഒത്തിരി ആസ്വദിച്ചു. പക്ഷേങ്കിൽ ഓടിക്കുന്ന ഏട്ടന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനിടെ റേഞ്ചിൻ്റെ പ്രശ്നം കൊണ്ടും പിന്നെ മഴ നമുക്ക് നല്ല പണി തന്നു, മുട്ട മഴയായിരുന്നു. അതുകൊണ്ട് കുറേ ബ്ലോക്കും കാര്യങ്ങളായിക്കൊണ്ട് തന്നെ സമയം കുറേ അതൊക്കെ അങ്ങനെ തന്നെ അങ്ങ് പോയിട്ടോ. പോകുന്ന വഴിക്ക് കുഞ്ഞ് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ് ഉണ്ടായിരുന്നു കേട്ടോ. പോകുമ്പോഴേ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ആൾ നമ്മളെ യാത്രയിലുണ്ട്, നമ്മളെ യാത്ര അത്രയും മനോഹരമാവില്ലേ. നമ്മളെന്നും വിചാരിക്കാറുണ്ട് ഇങ്ങനെ ട്രിപ്പ് പോകണം. ഇന്നാട്ടോ ശരി, നമ്മളെ റൂമാട്ടോ ഇത്. ഏട്ടനാണ് അവിടെ വിളിച്ച് റൂമൊക്കെ സെറ്റാക്കിയത്. ഞാൻ ഇവിടെ ഇങ്ങനത്തെ റൂം കിട്ടുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. അത്ര അടിപൊളി റൂമായിരുന്നു കേട്ടോ. നല്ല 2 ബെഡ്റൂമും ബാത്റൂമൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.